പ്രാർത്ഥനയെക്കുറിച്ചുള്ള വാക്കുകളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞത്. വിശുദ്ധ തിരുവെഴുത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ആ വാക്കുകൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് ആ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ ആദ്യത്തെ തലക്കെട്ടിൽ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകൾ, ഒന്ന് പിതാവേ, രണ്ട് സ്വർഗസ്ഥനായ, ഹെവൻലി എന്ന് പറയുന്ന വാക്ക്. പിതാവേ എന്ന വാക്ക് നാം ഉച്ചരിക്കുമ്പോൾ ആ പിതാവിനോട് നമുക്കൊരു ബന്ധമുണ്ടാകണം, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകണം, ഒരു ഇൻറ്റിമസി ഉണ്ടാകണം, ഒരു അടുപ്പം ഉണ്ടാകണം, ഒരു ഒബീഡിയന്റ് ആയ ഒരു വ്യക്തിയായിരിക്കണം, അനുസരണമുള്ള വ്യക്തിയായിരിക്കണം. ആ ദൈവവുമായിട്ട് ഗാഠമായ ഒരു ബന്ധം നമുക്കുണ്ടാകണം, ഫീലിംഗ് നമുക്കുണ്ടാകണം. അതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. പിതാവേ എന്ന് നമുക്ക് അവനെ വിളിക്കുവാൻ കഴിയുന്ന ഗാഠമായ ഒരു ബന്ധം. രണ്ടാമത്തെ വാക്ക് പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്നത് സ്വർഗസ്ഥനായ അല്ലെങ്കിൽ ഹെവൻലി എന്ന വാക്കാണ്. ഹെവൻ എന്ന വാക്ക് ഇത് ഉൽപ്പത്തി പുസ്തകം മുതൽ ഏകദേശം വെളിപ്പാട് പുസ്തകം വരെ നീണ്ട് കിടക്കുന്ന ഒരു വാക്കാണ് ഈ ഹെവൻ അല്ലെങ്കിൽ ഹെവൻസ് എന്ന് പറയുന്ന വാക്ക്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണാതെ അറിയാവുന്ന വാക്ക്, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദ എർത്ത്. മലയാളത്തിൽ അത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഹെവൻസ് എന്ന് എഴുതിയിരിക്കുന്നു. ബറിഷിത് ബാരാ എലോഹീം എറ്റ് ഹഷാമയീം എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നോട് പറയുന്നു ബറിഷിത് ബാരാ. ബറിഷിത്ത് എന്ന് പറഞ്ഞാൽ ഉത്പത്തി, ആരംഭം, തുടക്കം. ബറിഷിത്ത്. ബാര എന്ന വാക്കിന്റെ അർത്ഥം സംതിങ് ഔട്ട് ഓഫ് നത്തിങ്. സംതിങ് ഔട്ട് ഓഫ് നത്തിങ്. ക്രിയേഷനെ കുറിച്ച് രണ്ട് വാക്ക് വേദപുസ്തകത്തിലുണ്ട്. ഒന്ന് സൃഷ്ടിച്ചു, രണ്ട് ഉണ്ടാക്കി. സൃഷ്ടിച്ചു എന്ന വാക്കിന് ബാര എന്ന വാക്ക് ഉപയോഗിക്കും. ബാര എന്ന വാക്കിന്റെ അർത്ഥം സംതിങ് ഔട്ട് ഓഫ് നത്തിങ്. ബാര എക്സ് നിഹിലോ എന്ന് എഴുതിയിരിക്കുന്നത്. ബാര എക്സ് നിഹിലോ എന്ന് പറഞ്ഞാൽ God has created everything out of nothing. എന്നാൽ ആശ എന്നൊരു വാക്കുണ്ട്. ആശ എന്ന് പറഞ്ഞാൽ സംതിങ് ഔട്ട് ഓഫ് സംതിങ്. ഒരു മേസ്തിരി വീട് പണിയുന്നു, റോ മെറ്റീരിയൽ ആവശ്യമുണ്ട്. ഒരാശാരി കസേര ഉണ്ടാക്കുന്നു, അദ്ദേഹത്തിന് വസ്തുക്കളുടെ ആവശ്യമുണ്ട്. ഭൂമിയിലുള്ള ആളുകളെല്ലാം നിർമ്മിക്കുന്നവരും ഉണ്ടാക്കുന്നവരുമാണ്. പക്ഷേ സ്വർഗത്തിലെ ദൈവം സൃഷ്ടിക്കുന്ന ദൈവമാണ്. രാമൻ പറഞ്ഞേ പറ്റൂ. സ്വർഗത്തിലെ ദൈവം ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്ന ദൈവമാണ്. റോമാലേഖനം 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ അതിന്റെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം. അതാണ് ബാര. മറന്നു പോകരുത്, ഇന്നും ദൈവത്തിന് സൃഷ്ടിക്കുവാൻ കഴിയും. ഒരു മൂലവസ്തു ഇല്ലാതെ, ദൈവത്തിന്റെ കയ്യിൽ ഒന്നും കൊടുക്കാതെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലും കുടുംബത്തിലും ദൈവത്തിന് സൃഷ്ടി നടത്തുവാൻ കഴിയും. ദൈവത്തിന്റെ സൃഷ്ടി പ്രവൃത്തി നിന്നുപോയിട്ടില്ല. ദൈവം ഇന്നും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ ഗ്രീക്കിൽ ഗിനോമായി എന്നൊരു വാക്കാ. ഗിനോമായി, ഗിനോ, ഗൈനി, ഗൈനോക്കോളജിസ്റ്റ് ഒക്കെ ഒരു വാക്കാ. അതിന്റെ റൂട്ട് വേണമെന്നാ. ഗൈനി, ഗിനോ, ഗിനോമായി. യോഹന്നാൻ 14:14 എഴുതിയിരിക്കുന്നത്, ഇഫ് യു ആസ്ക് എനിത്തിങ് ഇൻ മൈ നെയിം ഐ വിൽ ഡു ഇറ്റ്. ഐ വിൽ ഡു ഇറ്റ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. പക്ഷെ അത് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത് ചെയ്തു തരുമെന്നല്ല, ഉണ്ടാക്കി തരുമെന്ന്. ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഗിനോമായി, ഗിനോ, ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഓക്കെ. ബാര, എലോഹീം, ദൈവത്തിന്റെ തൃത്വ വാക്കാണ് എലോഹീം. എറ്റ്, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ വരുന്നു. എറ്റ്. പിന്നെ ഹഷാമയീം. എവിടെയെങ്കിലും എബ്രായ ഭാഷയിൽ ഹ എന്നൊരു വാക്ക് കാണുന്നുണ്ടെങ്കിൽ അത് ദ എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥമാണ്. ദ സ്പെസിഫിക്. അപ്പം ഹഷമായീം, ദ ഹെവൻസ് എന്ന് വായിക്കണം. ദ ഹെവൻ, ദ ഹെവൻസ്. ഷമായീം, ദ ഹെവൻസ്. ഓക്കെ. എന്താണ് ഹെവൻ? എന്താണ് ഹെവൻ? അതിന് 5 അർത്ഥങ്ങൾ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് മനസ്സിൽ കണക്ക് കൂട്ടുകയോ കടലാസിൽ എഴുതി വയ്ക്കുകയോ ചെയ്യാം. ഒന്ന്, ദ റെസിഡൻസ് ഓഫ് ഗോഡ്.
എന്താണ് ഹെവൻ എന്ന് പറഞ്ഞാൽ? അത് ദൈവത്തിന്റെ വാസസ്ഥലമാണ്. അതിനാണ് വേദപുസ്തകത്തിൽ ഹെവൻ എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വാസസ്ഥലം. 2, ആകാശമണ്ഡലങ്ങൾ എന്നർത്ഥം. ആകാശമണ്ഡലങ്ങൾ അത് ലിമിറ്റ്ലെസ് ആണ്. അത് ലിമിറ്റ്ലെസ് ആണത് എന്ന് പറഞ്ഞാൽ അതിന്റെ പരിധിക്കോ അതിന്റെ സമയത്തിനോ ഒന്നും പരിധിയില്ല. ഈ ഭൂമിയിൽ കാണുന്നതൊക്കെയും എല്ലാറ്റിനും പരിധിയുണ്ട്. എല്ലാറ്റിനും പരിധിയുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും പരിധിയുണ്ട്. പക്ഷേ ആകാശമണ്ഡലങ്ങൾക്ക് പരിധിയില്ല. സ്പേസ് ആണ്. അത് സ്പേസ് ആണ്, യാതൊരു പരിധിയുമില്ല. ഇന്ന് കണ്ടുപിടിച്ചിട്ടുള്ള സയൻസ് കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും 4% ഉള്ളൂ. 4%. ബാക്കിയുള്ളതെല്ലാം ബരിയോണിക് മാറ്റർ എന്നാ പറയുന്നത്. ബരിയോണിക് മാറ്റർ ആകാശമണ്ഡലങ്ങളിലേക്ക് പോയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളതെല്ലാം 4%. കോടാനുകോടി രൂപ മുടക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടുള്ള 4%. ബാക്കി 96% ബെരിയോണിക് മാറ്റർ എന്ന് പറയും സയൻസിൽ. ബെരിയോണിക് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്കും അറിയത്തില്ല. ബെരിയോണിക് മാറ്റർ. ഈ 4% നോളജിൽ ആ ഭൂമിയിലിരുന്ന് വൻ കാര്യങ്ങളെ നമ്മൾ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത് സയൻസ്. അപ്പൊ അത് ലിമിറ്റ്ലെസ് ആണ്. ലിമിറ്റ്ലെസ്. ഞങ്ങൾ ഈ ഓർഗാനിക് കെമിസ്ട്രിക്കകത്തൊക്കെ അതൊക്കെ നിർവചനമുണ്ട്. ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്നവർക്കറിയാം. ഓർഗാനിക് കെമിസ്ട്രിക്കകത്ത് എനർജിയെ കുറിച്ചും ഒക്കെ വളരെ പഠനങ്ങളുണ്ട്. ആ ഭാഗത്തേക്കല്ലല്ലോ നമ്മൾ പോകുന്നത്. എനിവേ, പരിധിയില്ലാത്ത സ്ഥലം, ആകാശമണ്ഡലങ്ങൾ. വായുമണ്ഡലം വിട്ട് മുകളിലേക്ക് പോയാൽ നിങ്ങൾ എത്ര കോടി വർഷം സഞ്ചരിച്ചാലും അതിന്റെ അങ്ങേയറ്റത്ത് ചെല്ലുകയില്ല. 1977 ഒരു പേടകം ഭൂമിയിൽ നിന്ന് ഉയർന്നു പോയി. ഇന്നും അത് മനുഷ്യദൃഷ്ടിക്ക് അപ്പുറം പോയിട്ടില്ല. കോടാനുകോടി വർഷം സഞ്ചരിച്ചാലും സ്പേസിന്റെ അങ്ങേയറ്റത്തോട്ട് ചെല്ലാൻ പറ്റത്തില്ല. നിങ്ങൾ ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മുകളിലോട്ടൊന്ന് ചാടിക്കേ. എത്രത്തോളം മുകളിലോട്ട് പോവോ എങ്ങും ചെന്ന് മുട്ടത്തില്ല. എൻഡില്ല, അവസാനമില്ല. സ്തോത്രം. ആകാശമണ്ഡലങ്ങൾ. അതാണ് ഉൽപ്പത്തി 1:1. 3, ദ ലിറ്ററൽ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവത്തിന്റെ അക്ഷരിക രാജ്യത്തിന് ഹെവൻ എന്ന് പറയും. അക്ഷരിക രാജ്യം. 4, ഹെവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം തന്നെയാണ് ഹെവൻ. ദൈവം തന്നെ. സ്വർഗമേ എന്ന പഴയ ആളുകളൊക്കെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടില്ലേ? സ്വർഗമേ മനസ്സിലിയണമേ. ആ സ്വർഗം എന്ന് പറഞ്ഞാൽ, ഷമായീം എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. പരിധിയില്ലാത്തതാണ്. ഒരിക്കലും ഒരു മനുഷ്യന്റെ ബുദ്ധി എന്ന മൂശയ്ക്കകത്ത് ഉൾക്കൊള്ളാത്തതാണ്. ദൈവം തന്നെയാണ് സ്വർഗം. സ്വർഗമേ എന്ന് പറഞ്ഞാൽ അത് ദൈവമാണ്. 5, മൽക്കൂത്ത് എന്ന വാക്കാണ്. മൽക്കൂത്ത് എന്ന് പറഞ്ഞാൽ, മൽക്കൂത്ത് ഷമായീം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം. അതാണ് അതിന്റെ അർത്ഥം. മൽക്കൂത്ത് ഷമായീം, സ്വർഗരാജ്യം, ദൈവരാജ്യം. മത്തായി സുവിശേഷത്തിൽ അവിടെ ദൈവരാജ്യം എന്നല്ല, സ്വർഗരാജ്യം എന്നാണ് പറയുന്നത്. മത്തായി സുവിശേഷം ഒഴികെയുള്ള സുവിശേഷങ്ങളിൽ അത് ദൈവരാജ്യം എന്ന് പറയുന്നു. ദൈവം എന്ന പേര് യഹൂദന്മാർ ഉച്ചരിക്കാത്തത് കൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ സ്വർഗരാജ്യം എന്ന് എഴുതിയിരിക്കുന്നു. മറ്റു സുവിശേഷങ്ങളിൽ ദൈവരാജ്യം എന്ന് ഉദ്ദേശിക്കുന്നു. രണ്ടും ഒന്നാണ്. മൽക്കൂത്ത് ഷമായീം. ഇതാണ് ഹെവൻ എന്ന വാക്കിന്റെ 5 അർത്ഥതലങ്ങൾ. അപ്പൊ ഇത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം മുൻപോട്ട് പോകാൻ. അപ്പൊ പ്രാർത്ഥനയിൽ കർത്താവ് ഉച്ചരിക്കുന്ന ആദ്യത്തെ വാക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പൊ ആ വാക്കിന്റെ അർത്ഥവും ഘടനയും അതിൽ അടങ്ങിച്ചേർന്നിരിക്കുന്ന അർത്ഥങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്.
ഇത് ദൈവത്തിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ആണ്. നമ്മെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന പ്രാർത്ഥനയാണ് യേശുവിന്റെ പ്രാർത്ഥന, യേശു പഠിപ്പിച്ച പ്രാർത്ഥന. ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ, ടൊക്നീത്ത് എന്ന് പറയും. ടൊക്നീത്ത് എന്ന് പറഞ്ഞാൽ മഹേഷ് ഭത്ത്. ദൈവം നമ്മെ ഒരു കാര്യത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക ഭൂമിയിൽ. അതിന് വിശുദ്ധ തിരുവെഴുത്തുകളും പരിശുദ്ധാത്മാവിനെയും അടുക്കും ചിട്ടയും അതിരും വരമ്പും ബെല്ലും ബ്രേക്കും റൂളും റെഗുലേഷനും ഒക്കെ തന്ന് ദൈനംദിനം ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഈ മൽക്കൂത്ത് ഷമായീം എന്ന കാര്യത്തിന് വേണ്ടിയാണ്. അത് ടൊക്കിനീത്ത് എന്ന പദമാണ് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്, എബ്രായ വേദപുസ്തകത്തിൽ. എന്ന് പറഞ്ഞാൽ നമ്മെ ഒരു മാസ്റ്റർ പ്ലാനിനകത്ത് വെച്ച് ദൈവം നമ്മെ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും മറന്നു പോകരുത്. അതിനാണ് വിശുദ്ധ തിരുവെഴുത്ത് നമ്മൾ കേൾക്കുകയും അംഗീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അങ്ങനെയുള്ള പ്രബോധനങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനിനകത്ത് നമ്മൾ നിൽക്കണം എന്നുള്ളതിന്റെ അർത്ഥത്തിലാണ്. ടൊക്കിനീത്ത് എന്നൊരു പദം, അത് മറന്നു പോകരുത്. ടിക്കോഫ എന്നൊരു വാക്കുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ആരോ എന്നോട് ചോദിച്ചു, ടിക്കോഫ എന്ന് പറഞ്ഞ ആ വാക്കിനർത്ഥം ടൈം ലിമിറ്റ് എന്ന. ടിക്കോഫ, ടൈം ലിമിറ്റ്. ഫോർ എവറിഥിങ് there is a time before God. ദൈവത്തിന്റെ മുൻപിൽ എല്ലാ കാര്യത്തിനും ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. അതിന് ടിക്കോഫ എന്ന് പറയും. 28 കാലങ്ങളെ കുറിച്ച് സഭാപ്രസംഗികളുടെ പുസ്തകത്തിലുണ്ട്. സഭാപ്രസംഗി അതെ. വിതയ്ക്കാനൊരു കാലം, കൊയ്യാനൊരു കാലം, ജനിക്കാനൊരു കാലം, മരിക്കാനൊരു കാലം എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അകത്ത് 28 കാലങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ പറയപ്പെടുന്ന കാലങ്ങൾക്കാണ് ടിക്കോഫ എന്ന് പറയുക. ടിക്കോഫ. ഞാനിവിടെ ടൊക്നീത്ത് എന്ന് പറയുന്ന ഒരു പദമാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം ദ ബ്ലൂ പ്രിന്റ് ആൻഡ് ദ മാസ്റ്റർ പ്ലാൻ ഓഫ് ഗോഡ്സ് ഹെവൻലി പർപ്പസ്. അതിനകത്താണ് ഒരു വിശ്വാസി എപ്പോഴും നിലകൊള്ളേണ്ടത്. ആ നിലകൊള്ളുന്നതിൽ നിന്നാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന വരുന്നത്. അപ്പം നാം ആ വാക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താണ് ഈ കിങ്ഡം ഓഫ് ഗോഡ്? കിങ്ഡം ഓഫ് ഗോഡ്, മൽക്കൂത്ത് ഡി അഡോൺ എന്നാണ് അതിന് പറയുന്നത്. മൽക്കൂത്ത് എന്ന് പറഞ്ഞാൽ രാജ്യം. സാദേഖ് എന്ന് പറഞ്ഞാൽ കിങ്, രാജാവ്. മൽക്കി സാദേഖ് എന്ന് കേട്ടിട്ടില്ലേ? മൽക്കി സാദേഖ്. അപ്പം മൽക്കൂത്ത് ദി അഡോൺ. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു രാജ്യം. കർത്താവിന്റെ വരവിനായിട്ട് നമ്മളെല്ലാം ഒരുങ്ങും. ആ പ്രസംഗങ്ങൾ വളരെ കുറവാണെങ്കിൽ പോലും കർത്താവിന്റെ വരവിനായിട്ട് നമ്മൾ ഒരുങ്ങുക. അപ്പം എന്താണ് ഈ കിങ്ഡം ഓഫ് ഗോഡ്? ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ, ഒരു ക്രമരാഹിത്യത്തിൽ നിന്ന് ഒരു ക്രമത്തിലേക്ക് ദൈവം കാര്യങ്ങളെ ചെയ്യുന്നതിനാണ് കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ബ്രിങ് ഡിസോർഡർ ടു ഓർഡർ. ഡിസോർഡറായി കിടക്കുന്ന, ക്രമരാഹിത്യമായി കിടക്കുന്ന, ക്രമരഹിതമായി കിടക്കുന്ന ഒരു സംവിധാനത്തെ ദൈവം ആഗ്രഹിക്കുന്ന ക്രമത്തിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് ആ പദ്ധതിക്ക് പറയുന്ന പേരാണ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദ കിങ്ഡം ഓഫ് ഗോഡ്. അതിനുവേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. എന്നിട്ട് ഈ ബ്രോക്കൺ വേൾഡിനെ, തകർന്ന ലോകത്തെ കർത്താവ് റിപ്പയർ ചെയ്യുവാൻ തുടങ്ങി. റിപ്പയർ ചെയ്തിട്ട് രോഗികളെ സൗഖ്യമാക്കി, രാജ്യത്തിന് സുവിശേഷം പ്രസംഗിച്ചു, ദരിദ്രരോട് സുവിശേഷം പറഞ്ഞു. അങ്ങനെ ക്രമരാഹിത്യമുള്ള ഈ ലോകത്തെ ഒരു ക്രമത്തിലേക്ക് കർത്താവ് കൊണ്ടുവരികയാണ്. അതിനാണ് ദ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ഹഷമയീം. ഈ മയീം എന്ന വാക്കിന് വെള്ളം എന്ന അർത്ഥം. ഞാനത് കാണിക്കാം, ശ്രദ്ധിക്കുക. മയീം സ്ക്രീൻ കാണാൻ കഴിയുന്നുണ്ടോ? കാണാൻ കഴിയുന്നുണ്ടോ? ഓക്കെ. ഈ വാക്ക് സത്യം. മയീം എന്ന വാക്കിന് വെള്ളം എന്നാണ്. വെള്ളം. ഷമായും ഹഷമയും എന്നുള്ള അർത്ഥം ഞാൻ പറഞ്ഞു വരാം. മയീം എന്ന് പറഞ്ഞാൽ വെള്ളം. നഷമായീം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാറി, ഹെവൻ എന്നായി. മയീം എന്താ? വെള്ളം.
ഷമായീം എന്ന് പറഞ്ഞാൽ ഹെവൻ. അടുത്ത വാക്ക് ഹ ഷമായീം എന്ന് പറഞ്ഞ ഹ എന്ന വാക്ക് ദ എന്ന അർത്ഥമാണ്. ദ ഹ ഷമായീം എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥലം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഹ ഷമായീം. ഹ എന്ന വാക്കിന്റെ അർത്ഥം ദ. ഷമായീം എന്ന് പറഞ്ഞാൽ വിധാനങ്ങൾക്ക് മുകളിൽ, മലയാളം എഴുതിയിരിക്കുന്ന വിധാനങ്ങൾക്ക് മുകളിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന പ്രത്യേക സ്ഥലം അല്ലെങ്കിൽ സംവിധാനം. ഇപ്പൊ സ്വർഗം എന്ന് പറഞ്ഞാൽ പിടികിട്ടിയോ പെട്ടെന്ന്? അവൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കുവാൻ പോയിരിക്കുന്നു. വി ഹാവ് എ സ്പെസിഫിക് പ്ലേസ്. ദൈവം നമുക്ക് വേണ്ടി പ്രത്യേകമായ ഒരു സ്ഥലം ഒരുക്കിയിരിക്കുന്നു. ആരും ഒരു സ്തോത്രം പോലും പറയുന്നില്ല. സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പൊ മനസ്സിച്ച് പോയിട്ട് വേണ്ടേ അല്ലേ പോണം? ഇല്ല, ഞാൻ ഈ ഇത്രയൊക്കെ പറഞ്ഞത് വെറുതെ ആയിപ്പോയി. ദൈവം നമുക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. പോയിട്ട് ആ സ്ഥലം ഒരുക്കിയിട്ട് പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളേണ്ടതിന് എന്ന് വേദപുസ്തകമായി. സ്തോത്രം. അപ്പൊ ഹഷാമയീം എന്ന വാക്കിന്റെ അർത്ഥം കിട്ടി, മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാനിത് സ്റ്റോപ്പ് ചെയ്യണം. അടുത്ത ക്ലാസ്സിലേക്ക് വരാം. ഇനി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. എല്ലാവരും വേദോസ്തമുള്ളവര് ഒന്ന് തുറക്കാം. മിനിസ്റ്റർ ആ വാക്യം വായിക്കും. 1:8. ഈ അവിടെ അത് 3 വാക്യങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഒന്ന് വായിച്ചേ. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം. ഉണ്ടോ? ഉൽപ്പത്തി 1:6-7. ഉൽപ്പത്തി 1:6, 1:7 2 വാക്യങ്ങളിലാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ മലയാളത്തിൽ അത് വിധാനം എന്നാണ് ഉപയോഗിക്കുന്നത്. വിധാനം. 1:6 ദൈവം ആ വാക്ക്, ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിക്കട്ടെ എന്ന് കൽപ്പിച്ചു. ഇപ്പൊ മുകളിലും വെള്ളം, താഴെയും വെള്ളം. വെള്ളത്തിന് നടുവിൽ ഒരു വിധാനം ദൈവം വെച്ചിരിക്കുക. അത് നല്ല എയർ കണ്ടീഷൻഡ് പ്ലേസ് ആയിരിക്കും. എയർ കണ്ടീഷൻ, കാരണം വെള്ളത്തിന് നടുക്കാതെ വിധാനം, വെള്ളങ്ങളുടെ മധ്യ ഒരു വിധാനം ഉണ്ടാക്കി, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. 1:7 വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. നമ്മളിങ്ങനെ ഒരു തേങ്ങ എടുത്തിട്ട് അതിന്റെ നടുവേ പൊട്ടിച്ച് 2 പീസാക്കുന്നത് പോലെ ഇതിന് നടുക്ക് കിടക്കുന്ന സ്ഥലമാണ് ഷമായീം. സ്തോത്രം. അപ്പം ആ ഒരു സ്ഥലം ദൈവം പ്രത്യേകമായി സൃഷ്ടിപ്പിന്റെ ആദിയിൽ തന്നെ കണ്ടത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലെ വാക്യമുണ്ട്. അവിടെ തേജസ് എന്ന് എഴുതിയിരിക്കുന്നു. തേജസ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യം. യഹോവ സിയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലത്തിന്മേലും അതിന്റെ സഭായോഗങ്ങളിന്മേലും പകലിന് ഒരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും. സകല തേജസ്സിനും മീതെ ഒരു വിധാനം ഉണ്ടായിരിക്കും. സകല തേജസ്സിനും മീതെ. ഇറ്റ്സ് എ ഗ്ലോറിയസ് പ്ലേസ്. That heaven, that particular specific place is a glorious place. തേജസ്സിന്റെ മീതെ വെച്ചിരിക്കുന്ന ഒരു വിധാനം. അതാണ് ദൈവസിംഹാസനം ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. അതിന് സയോൺ എന്നൊക്കെ ആധികാരികമായിട്ട് പറയുന്നുണ്ട്. ആ ഭാഗത്തേക്ക് നമുക്ക് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. 22 വാക്യങ്ങളുണ്ട് വേദപുസ്തകത്തിൽ ഇതിനെ സംബന്ധിച്ച്. 22 വാക്യം പഠിക്കുന്നവരെ ഓർത്തിരിക്കുക. The kingdom of God is mentioned 20 times in the New Testament, equal to the alphabet of Hebrew, equal to the Hebrew alphabets.
22 times in the New Testament only the kingdom of heaven is mentioned. 22 പ്രാവശ്യം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ആ സ്ഥലത്തേക്ക് ദൈവം നമ്മളെ പ്രിപ്പയർ ചെയ്യുക. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തൊട്ട് അത് ആരംഭിച്ചു. കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്ന ആ പ്രത്യേക സംവിധാനം ആരംഭിക്കുകയും വെളിപ്പാട് പുസ്തകം വരെ അത് നീണ്ടു കിടക്കുകയും എന്നെയും നിങ്ങളെയും ആ സ്ഥലത്തേക്ക് ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രാർത്ഥന. സ്തോത്രം. ഈ പ്രാർത്ഥന കർത്താവ് നമുക്ക് ഇങ്ങനെ ഏൽപ്പിച്ചു തന്നിരിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് കേൾവിക്കാരായ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുക. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ട്, വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. സ്വർഗം തുറക്കുന്നു. ഒരു എബ്രായ വാക്ക് എഴുതിയിരിക്കുന്ന പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മുകളിൽ സ്വർഗം തുറന്നു വരികയാണ്. സ്തോത്രം. പ്രാർത്ഥനയെക്കുറിച്ച് വേദപുസ്തകത്തിൽ ആദ്യം എഴുതിയിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 21-ാം വാക്യത്തിൽ ആ പ്രാർത്ഥന എന്ന ആദ്യ വാക്ക് കാണുന്നത് മലയാളത്തിൽ. എന്നാൽ പ്രാർത്ഥന എന്ന വാക്ക് എബ്രായ വേദപുസ്തകത്തിൽ ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിലാണ്. അവിടെ അബ്രഹാമിനോടാണ് ദൈവം പറയുന്നത്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗാഡ്. ആ കാര്യം ദൈവത്തിന് അസാധ്യമല്ല എന്ന് പറയുന്ന സ്ഥലത്ത് തെഫില്ലാഹ് എന്നൊരു പദം ഉപയോഗിക്കുന്നു. നിനക്ക് ആ കാര്യം പ്രാർത്ഥനയിൽ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? നിനക്ക് ആ കാര്യം പ്രാർത്ഥനയിൽ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ എന്ന എബ്രായ വേദപുസ്തകത്തിൽ തെഫില്ലാഹ് എന്ന പദം ഉപയോഗിക്കുമ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രാർത്ഥന എന്ന പദം ഉൽപ്പത്തി പുസ്തകം 25-ന്റെ 21 എഴുതിയിരിക്കുന്നത്. അത് ഇസ്ഹാക്കിന്റെ പ്രാർത്ഥനയാണ്. ഇസ്ഹാക്കിന്റെ പ്രാർത്ഥന. ഇസ്ഹാക്ക് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തന്റെ ഭാര്യ മച്ചിയായിരുന്നു. ഇസ്ഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. 40-ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിക്കുന്നത്. പക്ഷെ 60-ാമത്തെ വയസ്സിലാണ് കുഞ്ഞ് ജനിക്കുന്നത്. കുഞ്ഞ് ജനിച്ചപ്പോൾ 2 കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കൊടുത്തു. സ്തോത്രം. 2 കുട്ടികളെ ഒരുമിച്ച് കൊടുത്തു. അതാണ് പ്രാർത്ഥന എന്ന വാക്ക് ആദ്യം ആരംഭിക്കുന്നു. എന്നാൽ അവസാന വാക്ക് പ്രാർത്ഥന എന്ന വാക്ക് ഏറ്റവും അവസാനം നമ്മൾ കാണുന്ന വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിനകത്താണ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. 5-ന്റെ 7 എന്ന് വായിക്കാം. അവൻ വന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങി. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. കേട്ടോ, ഒരുവൻ വന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 7-ാം വാക്യം. ഒരുവൻ വന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങി. 8-ാം വാക്യം. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻ കലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് നോക്കിക്കുക. അത് സ്വർഗത്തിൽ ചെല്ലുന്നു. 24 മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും മുൻപിൽ ചെല്ലുന്നു. അതൊരു ധൂപകലശത്തിൽ വച്ചിരിക്കുന്നു. സ്തോത്രം. എങ്ങനത്തെ ധൂപകലശമാ? പൊന്നുകൊണ്ടുണ്ടാക്കിയ ധൂപകലശത്തിൽ വെച്ചിരിക്കുന്നു. അത് കുഞ്ഞാടിന്റെ മുൻപാകെ അത് കൊണ്ടുവയ്ക്കുന്നതായിട്ട് കാണാൻ കഴിയും. പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ്, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. അത് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ ഉണ്ട്. എഴുതി വെച്ചോ. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് 5-ാമത്തെ വാക്യം വരെ വായിക്കണം. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത അവിടെ എഴുതിയിട്ടുണ്ട്. അതും കൂടെ വായിക്കണം. കാരണം വളരെ ഇമ്പോർട്ടൻ്റ്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ്, അതിന്റെ മൂല്യം അത്രമാത്രമാണ്. 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം 1/2 മണിക്കൂറോളം മൗനതയുണ്ടായി. അതെന്താണെന്ന് പിന്നീട് ഒരു ക്ലാസ്സിൽ എന്നോട് ചോദിച്ച് പറയണം. ഞാൻ അത് പറയാം. ഈ 1/2 മണിക്കൂർ മൗനത എന്താണ്? സ്വർഗത്തിൽ 1/2 മണിക്കൂർ മൗനം ഉണ്ടായി. 2-ാമത്തെ വാക്യം. എന്താ മൗനം ഉണ്ടാകാൻ കാരണം? ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപ കലശവുമായി വന്നു. കേട്ടെ
ആ ചിത്രം മനസ്സിലോട്ട് വന്നേ. ഒരു ദൂതൻ സ്വർണ്ണ ധൂപ കലശവുമായി വന്നു ദൈവത്തിന്റെ യാഗപീഠത്തിനരികെ നിൽക്കുന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണ പീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. എന്തിനാ? സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. കേൾക്കുന്നുണ്ടോ? വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ സ്വീകരിക്കുവാൻ ഒരു സ്വർഗദൂതനെ ദൈവം അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആ സ്വർഗദൂതൻ ആ പ്രാർത്ഥന ദൈവത്തിന് കൈമാറുന്നു. അടുത്ത രംഗം ഒന്ന് നോക്കിക്കേ. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത് 5-ാമത്തെ വാക്യം, ദൂതൻ ധൂപകലശം എടുത്തു, യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയുടെ റിയാക്ഷൻ സ്വർഗത്തിൽ എപ്പോഴും ഉണ്ടാകും. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ വിലയുണ്ട്. ദൂതന്മാരത് സ്വീകരിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ദൈവസന്നിധിയിൽ അത് കയറുന്നു. അത് ധൂപവർഗമായി ദൈവത്തിന്റെ യാഗപീഠത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ഭൂമിയിലേക്ക് ദൈവം മറുപടി അയക്കുന്നു എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദ ഇമ്പാക്ട് ഓഫ് പ്രയർ. പ്രാർത്ഥന ചെറിയ കാര്യമല്ല. സ്തോത്രം. പ്രാർത്ഥന ചെറിയ കാര്യമല്ല. വിശുദ്ധ തിരുവെഴുത്തിൽ എല്ലാവരെയും ദൈവം രാജാക്കന്മാരാക്കിയില്ല, എല്ലാവരെയും ദൈവം ന്യായാധിപന്മാരാക്കിയില്ല, എല്ലാവരെയും പ്രവാചകന്മാരാക്കിയില്ല, എല്ലാവരെയും പ്രവാചകിമാരാക്കിയില്ല. പക്ഷെ പ്രാർത്ഥിച്ച ആളുകൾക്ക് ചരിത്രത്തിൽ ഇന്നും എന്നും സ്ഥാനമുണ്ട്. സ്തോത്രം. ചരിത്രത്തെ രണ്ടായി തിരിച്ച പ്രക്രിയകളൊക്കെയാണ് പ്രാർത്ഥന. ഒരിക്കലും മറക്കരുത്. ഹന്നായുടെ പ്രാർത്ഥന, ഏലിയാവിന്റെ പ്രാർത്ഥന, ഈ പ്രാർത്ഥനകളൊക്കെ ചരിത്രത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച പ്രാർത്ഥനയാണ്. സ്തോത്രം. ഇൻവിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വിസിബിൾ ആകുന്നത് പ്രാർത്ഥനയിലാണ്. കേട്ടെ, അദൃശ്യമായ ഒരു കാര്യം അത് ദൃശ്യമായി തെളിഞ്ഞു വരുന്നത് പ്രാർത്ഥനയിലാണ്. പ്രത്യേകിച്ച് സഭ പ്രവൃത്തിയുള്ള പുസ്തകം 1-ാം അധ്യായം 13-ാം വാക്യത്തില് ഈ ഒലിവുമലയിൽ നിന്ന് ആളുകൾ തിരിച്ച് യെരുശലേമിലേക്ക് പോയി. അവരവിടെ കൂടിയിരുന്ന് ഏക മനസ്സോടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. 1-13. അവിടെ എത്തിയപ്പോൾ ഒന്ന് വായിക്കാം. പ്രവൃത്തിയുള്ള പുസ്തകം 1-13. അവർ പാർത്ത മാളികമുറിയിൽ കയറിപ്പോയി പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോട് യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഞാൻ എന്റെ അവസാന ഭാഗമായി പറയാൻ പോകുന്നത് ദ ഇമ്പാക്ട് ഓഫ് പ്രയർ ആണ്. ഇമ്പാക്ട് ഓഫ് പ്രയർ. പ്രാർത്ഥനയാൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഒരു 4-5 കാര്യങ്ങൾ പറയാം. അത്രയുമല്ല, അതിൽ കൂടുതലുണ്ട്. ദൈവവചനം പഠിക്കുന്നവർക്കും നോട്ടുകൾ തയ്യാറാക്കുന്നവർക്കും ഒക്കെ പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഒന്ന്, വാട്ട് ഈസ് ദ ഇമ്പാക്ട് ഓഫ് പ്രയർ? നമ്പർ 1, the invisible thing become visible. The invisible things become visible. നമുക്ക് എന്തോ അദൃശ്യമായിരിക്കുന്നുവോ അത് ദൃശ്യമായി വരുന്ന പ്രക്രിയയാണ് പ്രാർത്ഥന. നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്ന് അദൃശ്യമായിരിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ കാണാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളുടെ ഭാവി, സഭയുടെ ഭാവി, കുടുംബത്തിന്റെ നാളത്തെ കാര്യങ്ങൾ, ഇതൊന്നും ഒക്കെ ഇപ്പൊ ഇൻവിസിബിളാ, ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്തായിത്തീരുമോ നമുക്കറിയത്തില്ല. അതാണ് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. എന്നാ പ്രാർത്ഥിച്ചേ ആ അദൃശ്യമായ കാര്യം ഒരു ബൈനോക്കുലറിൽ കൂടെ ദൂരെയുള്ള കാര്യങ്ങൾ അടുത്ത് കാണുന്നത് പോലെ പ്രാർത്ഥിക്കുമ്പോൾ അദൃശ്യമായ കാര്യങ്ങൾ വളരെ വ്യക്തമായി ദൈവം കാണിച്ചു തരും. അതാണ് പ്രാർത്ഥന. ഇപ്പം സഭയെക്കുറിച്ചുള്ള ഒരു ആലോചന കിട്ടിയിട്ടില്ല.
സഭയെക്കുറിച്ചൊരു വെളിപ്പാടേ കിട്ടിയിട്ടുള്ളൂ പഴയ നിയമത്തിലൊക്കെ. ആ വെളിപ്പാട് ദൈവം ആദാമിനോട് പറഞ്ഞില്ല. 300 വർഷം കൂടെ നടന്ന ആളിനോട് ദൈവം ആ കാര്യം പറഞ്ഞില്ല. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദിനോട് ദൈവം അത് പറഞ്ഞില്ല. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനോട് ദൈവം ഈ ആശയം വെളിപ്പെടുത്തിയില്ല. ഇത് പഴയ നിയമത്തിലെ ഭക്തന്മാരോട് ആരോടും വെളിപ്പെടുത്താതെ പുതിയ നിയമത്തിൽ മുക്കുവനായ ഒരു മനുഷ്യനോട് കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കയില്ല. അപ്പോഴും അത് അദൃശ്യമായി. എന്താ സഭ? ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. എഡ്ഹ എന്നൊരു പദം അവിടെ ഉപയോഗിക്കുന്നത്. എഡ്ഹ, അത് അദൃശ്യമാണ്, ദൃശ്യമല്ല. വ്യക്തതയില്ലാത്തൊരു കാര്യം പത്രോസിനോട് പറഞ്ഞു. ആ വ്യക്തതയില്ലാത്തൊരു കാര്യത്തിന് കർത്താവിന്റെ ശിഷ്യന്മാര് ഒരു സ്ഥലത്തിരുന്ന് ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുക. അതാ 1:13, പ്രവൃത്തികളുടെ പുസ്തകം 1:13. അവർ ഒരുമനപ്പെട്ട് ഒരു സ്ഥലത്ത് പ്രാർത്ഥന കഴിച്ചു പോന്നു. കുറെ നാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 2:1 ആ അവ്യക്തമായ കാര്യം വ്യക്തതയിലേക്ക് വരികയാണ്. അവർ പ്രാർത്ഥിച്ചതിന്റെ ആരംഭം അവ്യക്തതയിലായിരുന്നെങ്കിലും പ്രാർത്ഥിച്ച് തീരുമ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ആ വ്യക്തതയ്ക്ക് വഴിമാറി സഭ ആരംഭിച്ചു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്ന് ഒരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. സഭ അന്ന് ആരംഭിച്ചു. അപ്പൊ നമുക്ക് ഇൻവിസിബിൾ തിങ്സ് ബിക്കം വിസിബിൾ. അവ്യക്തതയുള്ള കാര്യം വ്യക്തതയിലേക്ക് വരണമെങ്കിൽ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനിക്കുമ്പോൾ അതൊരു ചുവർ ചിത്രം പോലെ ദൈവം നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്ന് കാണിക്കും. സ്തോത്രം. നമ്മുടെ ദൈവം അവ്യക്തതകളുടെ ദൈവമല്ല, നമ്മളെ ഇരുട്ടിൽ നിർത്തുന്ന ദൈവമല്ല. ദൈവം നമ്മെ ആ കാര്യം പ്രാർത്ഥനയിൽ കൂടെ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. സഭയെ വെളിപ്പെടുത്തി കൊടുത്തു. സ്തോത്രം. ഏലിയാവ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കർമ്മേൽ പർവ്വതത്തിന്റെ കരിമ്പാറ കെട്ടുകൾക്ക് മുകളിൽ കയറിയിരിക്കുക. ആകാശ ചുട്ടുപഴുത്തൊലിച്ചിറങ്ങുന്ന ആ വലിയ ചൂടിൽ മുഖം ഉയർത്താൻ കഴിയാതെ വണ്ണം മുഴങ്കാലുകൾക്കിടയിൽ മുഖം അമർത്തി വെച്ച് ഏലിയാവ് പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടി? മഴയ്ക്ക് വേണ്ടി. മഴയ്ക്ക് വേണ്ടി. ആ കർമ്മേൽ പർവ്വതത്തിന്റെ കൊടുമുടിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ആ മനുഷ്യൻ തന്റെ ബാല്യക്കാരനോട് പറഞ്ഞു, ചെന്ന് നോക്ക്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18:43 തന്റെ ബാല്യക്കാരനോട് നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. നമ്മളാണ് എന്ത് ചെയ്തേനെ? എഴുന്നേറ്റ് പോയേനെ, അടുത്ത കാര്യത്തിന് പോയേനെ. ഏലിയാവ് പറഞ്ഞതെന്നറിയാം, അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനവൻ പിന്നെയും ചെല്ലുക എന്ന് പറഞ്ഞു. മലയാളത്തിൽ എഴുതിയിരിക്കുന്നവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. അതാ ഒറ്റയ്ക്ക് അങ്ങ് എഴുതിയിരിക്കുന്നതാ. പക്ഷെ അങ്ങനെയല്ല അതിന്റെ കാര്യം. 7 പ്രാവശ്യം ചെല്ലുക എന്നറില്ല. ആദ്യത്തെ പ്രാവശ്യം പോയിട്ട് തിരിച്ചു വന്നു, ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ നോക്കാൻ പറഞ്ഞു, പിന്നെ തിരിച്ചു വന്നു, ഒന്നുമില്ല എന്ന് പറഞ്ഞു. റിപ്പീറ്റഡ് ദിസ് ഫിനോമിനൻ. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യത്തെ പ്രാവശ്യം ഒന്നും കണ്ടില്ല, ചെല്ലാൻ പറഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും കണ്ടില്ല, പിന്നെയും ചെല്ലാൻ പറഞ്ഞു. മൂന്നാമത്തെ പ്രാവശ്യം ഒന്നും കണ്ടില്ല, പിന്നെയും ചെല്ലാൻ പറഞ്ഞു. റിപ്പീറ്റഡ് ദിസ് പ്രോസസ്. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 44-ാം വാക്യം, 7-ാം പ്രാവശ്യമോ അവൻ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അതേ വാക്ക് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. എന്താ? ഒരു മനുഷ്യന്റെ കൈ പോലെ ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. മേഘത്തെ കൈ പോലെ കണ്ട മനുഷ്യനാണ് ഏലിയാവ്. ജനം കണ്ടത് മേഘമായിരുന്നു, ഏലിയാവ് കണ്ടത് കൈയായിരുന്നു. അവൻ തന്റെ വഴി മോശയെയും തന്റെ പ്രവൃത്തി ഇസ്രായേൽ മക്കളെയും അറിയിച്ചു എന്ന് പറയുന്ന വാക്യം പോലെ ഇവിടെ ഏലിയാവ് കണ്ടത് സെറോറ എന്നൊരു കാര്യമാണ്. സെറോറ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൈ ഏലിയാവ് കണ്ടു. ജനം അത് മേഘമായി കണ്ടു. സ്തോത്രം. അപ്പം അവൻ ദൈവത്തിന്റെ കൈ കണ്ടു. ദൈവത്തിന്റെ കൈ ഒരു മേഘം പോലെ സമുദ്രത്തിൽ നിന്ന് കയറി കടന്നു വരുന്നത് കണ്ടപ്പോൾ അവൻ ചെന്ന് ആഹാബിനോട്, മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോകുക എന്ന് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞു. സ്തോത്രം.
ദ ഇൻവിസിബിൾ തിങ് ബിക്കം വിസിബിൾ. അതാണ് ഏലിയാവ് കണ്ട പ്രാർത്ഥന മറുപടി. സ്തോത്രം. മഴയില്ലാതിരിക്കുന്ന സമയത്ത് ഒരു കാർമേഘ പടലത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. മഴയില്ലാതിരിക്കുന്ന സമയത്ത് ഒരു വൻ മഴയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ കൈ കാണാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി കാണാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. അപ്പൊ പ്രാർത്ഥനയിൽ എന്താ സംഭവിക്കുന്നത്? ഒന്നാമത്തെ തലക്കെട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, എന്തെങ്കിലും അദൃശ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, അതിപ്പോഴും വ്യക്തതയില്ലാതെ അവ്യക്തതയിലാണ് നിങ്ങൾ കാര്യങ്ങൾ കാണുന്നതെങ്കിൽ പ്രാർത്ഥിക്ക്. ദൈവം അത് വ്യക്തമാക്കി നിങ്ങളെ കാണിച്ചു തരും. വ്യക്തമാക്കി നിങ്ങളെ കാണിച്ചു തരും. സ്തോത്രം. ധാരാളം കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. അത് വിശദീകരിച്ച് ബാക്കി റെഫറൻസുകളൊക്കെ എടുത്ത് ദൈവമക്കൾ ആ കാര്യം മനസ്സിലാക്കണം. കർത്താവ് വേദപുസ്തകത്തിൽ ഈ പ്രാർത്ഥന നമുക്ക് എന്തിനാ തന്നിരിക്കുന്നത്? വ്യക്തതയില്ലാത്ത കാര്യങ്ങൾക്ക് വ്യക്തമായി കാര്യങ്ങൾ കാണുവാൻ കരുത്തേകുന്നതാണ് പ്രാർത്ഥന. സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ അവ്യക്തതയിൽ നിൽക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മളൊരു കോമായിൽ നിൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം നമ്മളെ ഇരുട്ടിൽ നിർത്തുന്നില്ല. ആ ഇരുട്ടിൽ നിങ്ങൾ നിൽക്കാതിരിക്കേണ്ടതിനാണ് പ്രാർത്ഥന എന്ന അത്ഭുത പ്രതിഭാസം പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം കൈമാറിയത്. സ്തോത്രം. 2, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്ലേസ് ഓഫ് മിറാക്കിൾ. It's a place of miracle, a place of prayer converted to a place of miracle. അത് ഞാൻ പറഞ്ഞ എന്താ? A place of prayer converted to a place of things invisible. അത് വ്യക്തമായി കാണുന്ന ഒരു സ്ഥലമായിരിക്കും പ്രാർത്ഥനാ സ്ഥലം. 2, പ്രാർത്ഥിക്കുന്ന സ്ഥലം ഒരു മിറക്കിൾ ഉണ്ടാകുന്ന സ്ഥലമായിരിക്കും. എപ്പോഴും മറന്നു പോകരുത്. അതാണ് ഏലിയാവിന്റെ പ്രാർത്ഥന. ഏലിയാവിന്റെ പ്രാർത്ഥന 2 സ്ഥലത്ത് അത് എഴുതിയിട്ടുണ്ട്, പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ ഇരിക്കുന്നത് യാക്കോബിന്റെ ലേഖനം 5:17. യാക്കോബിന്റെ ലേഖനം 5:17. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ. അപ്പൊ പ്രാർത്ഥിക്കുന്നവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, വീണ്ടും പ്രാർത്ഥിക്കണം. വീണ്ടും പ്രാർത്ഥിക്കണം. പറഞ്ഞേ, വീണ്ടും പ്രാർത്ഥിക്കണം. ഒരു പ്രാർത്ഥനയിൽ മറുപടി കണ്ടെന്ന് വരികയല്ല. എന്ത് ചെയ്യണം? ഏലിയാവ് ചെയ്തു, വീണ്ടും പ്രാർത്ഥിക്കണം. വീണ്ടും പ്രാർത്ഥിക്കണം. വീണ്ടും പ്രാർത്ഥിക്കണം. വീണ്ടും പ്രാർത്ഥിക്കണം. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഇത് എഴുതിയിരിക്കുന്നത് 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിൽ. ഏലിയാവ് പ്രാർത്ഥിച്ചു യാഗപീഠം ഉണ്ടാക്കി. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 18-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. കത്തിപ്പോയ 4 കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. കത്തിപ്പോയ 4 കാര്യം. 1, ഹോമയാഗം. അത് സാധാരണയാ, നാച്ചുറൽ. ഹോമയാഗം ഫ്ലഷ്, ഒരു മൃഗത്തിന്റെ ഇറച്ചി, അത് വെന്തുപോയി, ഹോമയാഗം കത്തിപ്പോയി. വിറക്, വുഡ്, അതും കത്തിപ്പോയി, നാച്ചുറലാ. പക്ഷെ അടുത്ത വാക്യം എഴുതിയിരിക്കുന്ന മണ്ണ് കത്തിപ്പോയി. മണ്ണ് ദഹിപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. ദഹിച്ചുപോയി, കത്തിപ്പോയി. ഡസ്റ്റ് കത്തിപ്പോയി, വെള്ളം വറ്റിപ്പോയി. ഇപ്പൊ മണ്ണും കത്തി, വെള്ളവും കത്തി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇത് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. നാച്ചുറൽ ആൻഡ് സൂപ്പർ നാച്ചുറൽ തിങ്സ് വിൽ ബി ഡൺ ഇൻ ദ പ്രയർ. സ്വാഭാവികമായതും ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതുമായ കാര്യങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ സംഭവിക്കും. ഹല്ലേലൂയ. തക്ക സമയത്ത് പകലും രാത്രിയും ഉണ്ടാകാതിരിക്കത്തക്കവണ്ണം പകലിനോടും രാത്രിയോടുമുള്ള എന്റെ നിയമത്തെ ദുർബലമാക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ആ വാക്യം ഒന്നുകൂടെ ആവർത്തിക്കുക. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ൽ എഴുതിയിരിക്കുന്ന വാക്യം കണ്ടുപിടിച്ചോ? 33-ാം അധ്യായത്തിൽ. തക്ക സമയത്ത് പകലും രാത്രിയും ഉണ്ടാകാതിരിക്കത്തക്കവണ്ണം പകലിനോടുള്ള എന്റെ നിയമവും
രാത്രിയോടുള്ള എൻ്റെ നിയമവും ദുർബലപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയും. ഇപ്പൊ പകലിനോടും രാത്രിയോടും അലിഖിതമായ ഒരു നിയമം ദൈവം വെച്ചിട്ടുണ്ട്. അതിനെപ്പോലും ദുർബലമാക്കുവാൻ പ്രാർത്ഥിക്കുന്നവർക്ക് കഴിയും. സ്തോത്രം. സൂര്യനോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, ആരും പറഞ്ഞില്ലേലും രാവിലെ ഉദിച്ചോണമെന്ന്, സന്ധ്യയ്ക്ക് അസ്തമിച്ചോണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാരും പറഞ്ഞില്ലേലും എല്ലാ ദിവസവും ദൈവം പറഞ്ഞില്ലേലും സൂര്യൻ ഉദിക്കും, സൂര്യൻ അസ്തമിക്കും. അത് ദൈവത്തിന്റെ നിയമം. തക്ക സമയത്ത് പകലിനോടും രാത്രിയോടുമുള്ള സൂര്യനോടുള്ള ദൈവത്തിന്റെ നിയമം. പക്ഷെ അതിനെ നോക്കിയിട്ട് ഒരു ദൈവദാസൻ പറയുക, സൂര്യ നീ ഗബയോനിലും ചന്ദ്രാ നീ അയ്യാലൂൻ താഴ്വരയിലും നിൽക്ക എന്ന് കൽപ്പിച്ചു. ഹോവാ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച് ആ ദിവസം പോലെ ഒരു ദിവസം പിന്നെ ഉണ്ടായിട്ടില്ല. കേട്ടെ, സൂര്യനോടും ചന്ദ്രനോടും ദൈവത്തിന്റെ നിയമത്തെ നോക്കുക. സ്തോത്രം. സിംഹത്തിന് ദൈവം ഒരു നിയമം കൊടുത്തിട്ടുണ്ട്, നിന്റെ മുന്നിൽ കൂടെ ആര് പോയാലും കടിച്ചു കീർത്തിന്നോളാൻ. ആരും സിംഹത്തെ കയ്യേറ്റം ചെയ്യാനോ ചോദ്യം ചെയ്യാനോ ഒന്നും പോകത്തില്ല. സിംഹത്തിന് ദൈവം കൊടുത്തൊരു നിയമമാണ്, നിന്റെ മുമ്പിൽ ആര് വന്നാലും കയറി പിടിച്ചോ, തിന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ദൈവദാസൻ സിംഹത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ ഈ സിംഹത്തിന് അദ്ദേഹത്തെ വേണ്ട, തിന്നുന്നില്ല. കാരണം എന്നാ? എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ ഇരിക്കുന്നത്, സ്വർഗത്തിലെ ദൂതൻ സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞു. സ്തോത്രം. ഭൗമികമായ നിയമത്തെ മറികടക്കുന്ന ശക്തിയാണ് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. The place of prayer is a place of miracle. ദൈവകൃപയുടെയും അത്ഭുതത്തിന്റെയും പ്രദർശനശാലയാണ് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇരിക്കുന്ന സ്ഥലം. സ്തോത്രം. എത്രയോ കാര്യങ്ങൾ പറയാം. അപ്പൊ മറക്കരുത്, പ്രാർത്ഥിക്കുന്ന ഒരാൾ അത്ഭുതം പ്രതീക്ഷിച്ച് വേണം പ്രാർത്ഥിക്കാൻ, അല്ലേ? പ്രാർത്ഥിക്കുന്ന ആളുകൾ ഒരു അത്ഭുതം പ്രതീക്ഷിച്ച് തന്നെ പ്രാർത്ഥിക്കണം. അല്ലെ പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്തോത്രം. പ്രാർത്ഥിച്ച് അത്ഭുതം പ്രതീക്ഷിക്കണം. സ്തോത്രം. നാച്ചുറൽ ആൻഡ് സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത്ഭുതകരമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പെല്ലേ എന്ന് പറഞ്ഞാൽ സൂപ്പർ നാച്ചുറൽ തിങ്സ്. അത്ഭുത മന്ത്രി എന്ന് യേശുവിന് പേര് കൊടുത്തിരിക്കുന്നിടത്ത് പെലെ എന്ന പേര്. പെലെ എന്ന് പറഞ്ഞാൽ സൂപ്പർ നാച്ചുറൽ തിങ്സ് ചെയ്യാൻ കഴിയുന്ന ആള്, അത്ഭുത മന്ത്രി. അവൻ അത്ഭുതങ്ങളുടെ വക്താവാണ്. ഒരു സ്തോത്രം പറയാം. സ്തോത്രം. നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്കകത്തൊരു അത്ഭുതം സൃഷ്ടിക്കപ്പെടുമെന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം. സ്തോത്രം. പഴയ നിയമത്തിലെ അനുഗ്രഹങ്ങളൊക്കെ അങ്ങനെയാ. രണ്ട് വിധവയെ കുറിച്ച് പറയുന്നുണ്ട്. വിധവയുടെ കലത്തിലെ മാവ് തീർന്നു പോകുന്നില്ല, കലത്തിലെ എണ്ണ കുറഞ്ഞു പോകുന്നില്ല. മറ്റൊരു വിധവ കലത്തിലെ മാവ് എത്ര എടുത്താലും പിന്നെ അത്രയും കൂടെ ഇരിക്കുക. രണ്ട് വാക്കാ അതിന് എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്നത്. അതിന് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നതും രണ്ട് വാക്കാ, ഇൻക്രീസ് ആൻഡ് മൾട്ടിപ്ലൈ. ഈ രണ്ട് വാക്കാ രണ്ട് അത്ഭുതത്തിന് കൊടുത്തിരിക്കുന്നത്, ഇൻക്രീസ് ആൻഡ് മൾട്ടിപ്ലൈ. ഇൻക്രീസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഒരു വിധവയുടെ കലത്തില് മാവ് ഇൻക്രീസ് ചെയ്യുന്നു, വേറൊരു വിധവയുടെ കലത്തില് മാവ് മൾട്ടിപ്ലൈ ആവുന്നു. മനസ്സിലാവുന്നോ? ഓക്കെ. അപ്പം ഈ വിധവമാരുടെ കലത്തിൽ ഇൻക്രീസ് ആകുന്നു, മൾട്ടിപ്ലൈ ആകുന്നു. ഇൻക്രീസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? എന്തോ? വർദ്ധിക്കുന്നു. മൾട്ടിപ്ലൈയോ? മൾട്ടിപ്ലൈ ഇരട്ടിയാകുക. ഒരു വിധവയുടെ കാലത്തിലെ മാവ് ആകെപ്പാടെ ഒരു കൈക്ക് തയ്ത്ത് വാരാനേ മാവുള്ളൂ. മാവ് ഒരു കൈ എടുത്ത് ഒരാടെ ഉണ്ടാക്കുന്നു, പിന്നെ നോക്കുമ്പോൾ ഒരു കൈ മാവും കൂടെ ഇരിക്കുന്നു. അതെടുക്കുന്നു, പിന്നെയും ഒരു കൈ മാവും കൂടെ ഇരിക്കുന്നു. വേറൊരു സ്ത്രീയുടെ കലത്തിനകത്ത് മാവ് എണ്ണ എത്രത്തോളം പാത്രത്തിൽ പകരുന്നോ പിന്നെയും എണ്ണ ഉണ്ടായി വരുന്നു. അത് മൾട്ടിപ്ലൈ ആണോ ഇൻക്രീസ് ആണോ? ഓമന സിസ്റ്ററെ, ഈ എണ്ണ പകർന്നു പോകുന്നത് മൾട്ടിപ്ലൈ ആണോ ഇൻക്രീസ് ആണോ? അത് ഇൻക്രീസ് അല്ലേ?
അത് ഇൻക്രീസാ. അപ്പം ആട്ടയോ മാവോ അത് ഇൻക്രീസ് ആണോ മൾട്ടിപ്ലൈ ആണോ? അതും ഇൻക്രീസാ. ആ ഹല്ലേലൂയ. ഇതിൽ നിങ്ങൾ തന്നെ അത് ഇട്ടോ, തലക്കെട്ട് എഴുതിക്കോ. ഒരെണ്ണം ഇൻക്രീസും ഒരെണ്ണം മൾട്ടിപ്ലൈ ചെയ്യാം. അത് ഏതാണ് എനിക്ക് അറിയത്തില്ല, ഏതെങ്കിലും പേര് കൊടുക്കും. ഒരെണ്ണം ഇൻക്രീസാ, ഒരെണ്ണം മൾട്ടിപ്ലൈ ചെയ്യാം. വർധനവും പെരുകലും. ആ താങ്ക് യു. ആയിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഒരു കൈ എടുക്കുമ്പോ അടുത്ത കൈ വീഴും. അതെ അതെ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരാൾ 1000 രൂപ തരിക എന്ന് വിചാരിക്കുക. 1000 രൂപ തന്നു. ഇപ്പൊ ഈ 1000 രൂപ എടുത്ത് ഇങ്ങനെ ചെലവാക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ചെലവാക്കി ഒരു ദിവസം അത് തീരുമല്ലോ. വേറൊരാള് നിങ്ങളുടെ ഈ 10 രൂപ തരുന്നു. എന്നിട്ട് പറഞ്ഞു ഈ 10 രൂപ എടുക്കുമ്പോൾ പിന്നെയും പോക്കറ്റിൽ 10 രൂപ കിടക്കുക. 10 രൂപ എടുക്കുമ്പോൾ പിന്നെയും പോക്കറ്റിൽ 10 രൂപ കിടക്കുക. എന്റെ ചോദ്യം, നിങ്ങൾക്ക് 10 രൂപ വേണോ 1000 രൂപ വേണോ? 10 രൂപ മതി. റീഫില്ലിംഗ് ആണ്. 10 രൂപ വേണോ 10 രൂപ വേണോ 1000 രൂപ വേണോ? 10 രൂപ മതി. ലിറ്റിൽ ഈസ് എനഫ് when God is in it. ആമേൻ. മറിയോട് പറഞ്ഞത്, കർത്താവ് മറിയോട് പറഞ്ഞതാ. അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. ഹല്ലേലൂയ. ലിറ്റിൽ ഈസ് ഇനഫ് ഇഫ് ഗോഡ് ഈസ് ഇൻ ഇറ്റ്. സ്തോത്രം. എന്നാൽ പുതിയ നിയമത്തിലെ അനുഗ്രഹം ഓവർഫ്ലോയിങ് ആണ്. പഴയ നിയമത്തിൽ ഏതാ? ഇൻക്രീസ് ആൻഡ് മൾട്ടിപ്ലൈ. ബട്ട് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് ഇറ്റ് ഈസ് ഓവർഫ്ലോയിങ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലൂക്കോസ് ഹല്ലേലൂയ. 6:38. ലൂക്കോസ് 6:38 എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. മലയാളത്തിലെ വാക്യം എങ്ങനെയാ? ദിയാ കരോ ദിയാ ജായേഗ. അമർത്തി കുലുക്കി നല്ലൊരു അളവിൽ. ഞങ്ങളത് ഹിന്ദിയിലായി നമ്മൾ കൂടുതൽ പറയുന്നത്. ദിയാ കരോ കരോ പറഞ്ഞേ. ദിയാ കരോ ദിയാ ജായേഗ. ദിയാ ദബാ ജായേഗ. ദബാക്കെ ഖിലാ ഖിലാക്കെ. ഹിലാക്കെ ആപ്കാ ഗോതുമേൻ ദിയാ ജായേഗ. ആമേൻ. മലയാളത്തിലിരിക്കുന്ന കൊടുപ്പീൻ, മിനിസ്റ്ററെ കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി കവിയുന്നോരു അളവ് അളവിൽ നിങ്ങളുടെ മടിയിൽ. പക്ഷെ അത് മലയാളത്തിൽ ഇംഗ്ലീഷിലുള്ള ഒരു വ്യത്യാസം പറയാം. മലയാളത്തിൽ അമർത്തി എന്ന് ഒന്നേ എഴുതിയിട്ടുള്ളൂ, കുലുക്കി എന്ന് ഒന്നേ എഴുതിയിട്ടുള്ളൂ. പക്ഷെ ഞങ്ങളുടെ ഹിന്ദി വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അങ്ങനല്ല. ഹിലാക്കെ 2 പ്രാവശ്യം കുലുക്കും. ദബാക്കെ 2 പ്രാവശ്യം അമർത്തും. കൊടുക്കുന്നുണ്ട്, ഹിന്ദിക്കാർക്ക് കൊടുക്കണം. ആമേൻ. ദബാ ദബാക്കെ ഹിലാക്കെ അമർത്തി കുലുക്കി കവിയുന്ന ഒരു അളവിൽ ദൈവം നമുക്ക് നൽകി തരാം. അതാ പുതിയ നിയമം. പഴയ നിയമം മൾട്ടിപ്ലൈ ആൻഡ് ഇൻക്രീസ് ആണെങ്കിൽ പുതിയ നിയമത്തിൽ അത് ഓവർഫ്ലോയിങ് ആണെന്ന് മറന്നു പോകരുത്. സ്തോത്രം. അതുകൊണ്ടാണ് ഭിക്ഷ യാചിച്ച് ഒരുവന് ഭിക്ഷയല്ല കൊടുത്തത്, ഭിക്ഷ മാറ്റാനായിട്ടുള്ള സൗഖ്യമാണ് കൊടുത്തത്. ഹല്ലേലൂയ. ഒരു ഭിക്ഷക്കാരൻ വന്നിട്ട് യേശുവിനോട് പറയാ, എനിക്ക് സൗഖ്യം വേണം. കാരണം ഭിക്ഷക്കാരനാ. ഭിക്ഷ കൊടുത്താൽ പോരെ? ഭിക്ഷ കൊടുത്താൽ പോരെ? അത് മതി, ചോദിച്ചു കൊടുത്താൽ മതിയല്ലോ. പക്ഷേ ഭിക്ഷയ്ക്ക് കാരണമായി ഭവിച്ച ആ രോഗത്തിന് സൗഖ്യം കൊടുത്തതിൽ കൂടെ പിന്നീട് ഒരിക്കലും ഇവൻ ഭിക്ഷ യാചിക്കരുതെന്നാണ് ആ സൗഖ്യത്തിൽ കൂടെ കർത്താവ് ഉദ്ദേശിച്ചത്. സ്തോത്രം. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന് പുറത്തിരിക്കുന്ന ഭിക്ഷക്കാരനും അതുതന്നെയാണ് പത്രോസ് യോഹന്നാനും ചെയ്തത്. നാം എന്തായിരിക്കുന്നുവോ ആ ദുഃഖത്തിന് കാരണമായിരിക്കുന്ന, നിദാനമായിരിക്കുന്നതിനെ നീക്കിക്കളയുകയാണ് അത്ഭുതത്തിൽ കൂടെ. സ്തോത്രം. ദ പ്രേയർ പ്ലേസ് ഈസ് ദ പ്ലേസ് ഓഫ് മിറാക്കിൾ. മറന്നു പോകരുത്. അത്ഭുതം നടക്കുന്ന സ്ഥലമായിരിക്കും പ്രാർത്ഥനാ സ്ഥലം. ശിഷ്യന്മാര് അർദ്ധരാത്രിക്ക്, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ, ശിഷ്യന്മാർ അർദ്ധരാത്രിക്ക് അവർ പ്രാർത്ഥിച്ചു. പ്രവൃത്തികളുടെ പുസ്തകം 16:25. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. അല്ലേ? കഴിഞ്ഞ ആഴ്ചയില് സിസ്റ്റർ ചോദിച്ചു, അപ്പോസ്തലർ രാത്രികാരെ ആരാധിച്ചപ്പോൾ ഒന്ന് പാടിയ കുഴപ്പമുണ്ടോന്ന്. ഒരു കുഴപ്പമില്ല, അതും ശരിയാ. ഞാൻ കഴിഞ്ഞ ദിവസം അതെല്ലാം ഇരുന്ന് വായിക്കുകയായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, ഗ്രീക്ക് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മെസോണിക് ടോൺ പൗലോസ്
കൈസിലാസ് പ്രോസെക്കമായി എന്ന പ്രോസെക്കമായി എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് ഗ്രീക്കിൽ പറയുന്ന പേരാണ് പ്രോസെക്കമായി. പ്രോസെക്കമായി എന്ന് പറഞ്ഞാൽ നെടുമ്പാട് വീഴുക എന്നർത്ഥം. നെടുമ്പാട് വീഴുക. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കല്ലറയ്ക്ക് പുറത്തു വന്നപ്പോൾ കർത്താവിനെ കണ്ട ആളുകൾ അവനെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. പ്രോസെക്കമായി ബറാഖ് എന്ന് പറയും. അപ്പൊ പ്രോസെക്കമായി എന്ന് പറഞ്ഞാൽ നിലം വരെ കുനിഞ്ഞ് അല്ലെങ്കിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നതിന് പറയുന്ന പേരാണ്. അതിന് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന പേര് ആരാധന. അപ്പൊ അവര് പാട്ടുപാടിയെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. പക്ഷെ അവരെന്ത് ചെയ്ത് കാണും? പ്രാർത്ഥിച്ച് ദൈവസനിൽ നെടുമ്പാട് വീണ് കടന്ന് ദൈവത്തെ ആരാധിച്ചു കാണും. ദ പ്രോസെക്കമായി ഹിംനൗട്ടോൺ തിയോൺ, വലിയവനായ ദൈവത്തെ, ഈ കാരാഗ്രഹവും അതിന്റെ ഓടാമ്പലുകളും അതിലും വലിയ, അതിനെയൊക്കെ സൃഷ്ടിച്ച വലിയ ദൈവത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് ഹിംനൗട്ടോൺ തിയോൺ, അതിനെയൊക്കെ ഭേദിക്കുവാൻ കഴിയുന്ന ദൈവത്തിന് മുമ്പിൽ കുമ്പിട്ട് വീണ് നമസ്കരിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നുപോയി എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു. എ പ്ലേസ് ഓഫ് പ്രേയർ ഇസ് എ പ്ലേസ് ഓഫ് മിറക്കിൾ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നവരെ കാരാഗ്രഹത്തിന് പോലും തടഞ്ഞു വയ്ക്കുവാൻ കഴിയുന്നില്ല. പ്രാർത്ഥിക്കുന്നവരെ രാത്രി മൂടുന്നില്ല. പ്രാർത്ഥിക്കുന്നവരെ സിംഹം പോലും കയ്യേറ്റം ചെയ്യുന്നില്ല. പ്രാർത്ഥിക്കുന്നവരെ കയ്യേറ്റം ചെയ്യുവാൻ ഇതുവരെ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിവുണ്ടായിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. കാരണം നമ്മുടെ പ്രാർത്ഥന സർവശക്തനായ ദൈവത്തോടാണ്. ദ ഇമ്പാക്ട് ഓഫ് പ്രയർ. അപ്പൊ ഒന്ന് പ്രാർത്ഥിച്ചേ, ദൈവത്തോട് പ്രാർത്ഥിച്ചേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് സാധ്യത ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്തോത്രം. മാത്രം പറഞ്ഞാൽ മതി. ആ പ്രാർത്ഥനയ്ക്ക് വലിയ മാറ്റം വരുത്തുവാൻ കഴിയും. ഈ പ്രാർത്ഥനാ വാചകങ്ങളോടുകൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന ആശീർവാദ വാക്യങ്ങളോടുകൂടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകും.